കേരള രാഷ്ട്രീയത്തെയും പോലീസ് സേനയും ഒരുപോലെ ഉലച്ചുകളഞ്ഞ ഒരു വൻ അട്ടിമറിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്നും നിയമത്തെയും ജനങ്ങളെയും ഒരുപോലെ വിഡ്ഢികളാക്കാമെന്നും കരുതിയ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ പാടെ തെറ്റിയിരിക്കുന്നത്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ക്രൂരമായ ഒരു ആക്രമണം അന്ന് കേരളം ഒരുപാട് കണ്ടതാണ്. പോലീസിന്റെ കൺമുന്നിൽ വെച്ച് പോലീസിനാൽ നിയന്ത്രിക്കപ്പെട്ട ചെറുപ്പക്കാരെ ക്രൂരമായി തല്ലിച്ചതച്ച ആ സംഭവം നിയമവാഴ്ചയുടെ വെല്ലുവിളി കൂടിയായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് അതിനുശേഷം പോലീസ് ആസ്ഥാനത്ത് നടന്നത്. ആ അക്രമത്തെയും നിയമലംഘനത്തെയും വെള്ളപൂശാൻ, കേസ് അട്ടിമറിക്കാൻ പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതനായ ADGP MR അജിത് കുമാർ നേരിട്ട് രംഗത്തിറങ്ങി എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിയമം സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ നിയമത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ആ അധികാരത്തിന്റെ ഗർവ് ഇന്നത്തെ ഭരണപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കാതെ ഇല്ലാതാക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനും ഈ വിഷയത്തിൽ നടത്തിയ ശക്തമായ ഇടപെടലുകളും ചോദ്യങ്ങളുമാണ് ഇപ്പോൾ പോലീസ് മേധാവികളുടെ തൊപ്പി തെറിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. സർക്കാരിന്റെയും പോലീസിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സതീശൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ പോലീസ് ആസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയുമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുകളിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടെയും അതിലേറെ അമർഷത്തോടെയുമാണ് ഇത് കേൾക്കുന്നത്. കേസ് ഡയറി നേരിട്ട് വിളിച്ചു തിരുത്താൻ ഒരു ADGP ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മുൻപുണ്ടായിരുന്നത് എത്രത്തോളം ജീർണിച്ചു എന്നതാണ് വ്യക്തമാക്കുന്നത്. കേസ് അന്വേഷിച്ച ആലപ്പുഴ DYSPയെ ADGP അജിത് കുമാർ തന്റെ ഓഫീസിലേക്ക് രഹസ്യമായി വിളിപ്പിച്ചത് ഒരു തവണയല്ല, 2 തവണയല്ല, 3ഓളം തവണയാണ്. എന്തിനായിരുന്നു ഈ രഹസ്യ കൂടിക്കാഴ്ചകൾ? ഗൺമാൻമാർ നടത്തിയ ക്രൂരമായ ചട്ടലംഘനമാണ്, അവർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയെങ്കിലും തിരുത്തുക, അതിലെ കണ്ടെത്തലുകൾ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ ആ 3ആം തവണയുമുള്ള വിളിക്ക് പിന്നിലെ ലക്ഷ്യം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും സത്യസന്ധമായ ഒരു റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ കേരളത്തിന് വൻ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നതും. അക്രമം നടത്തിയ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്നവർ എത്രത്തോളം തരം താഴുമെന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നത് ഒരു പഴഞ്ചൊല്ലല്ല, പച്ചപരമാർത്ഥമാണ് എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമായി പരിശോധിച്ചാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒടുവിൽ തലകുനിച്ച് ആ സത്യം സമ്മതിക്കേണ്ടിയും വരികയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഉൾപ്പെടെയുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് അടിവരയിട്ട് പറയേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടുത്തെ പ്രാദേശിക പോലീസ് കൃത്യമായി തടയുകയും അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളോ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ആക്രമണ ശ്രമങ്ങളോ ഉണ്ടായിരുന്നതുമില്ല. പ്രാദേശിക പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി ലാത്തിയും വടികളുമായി വന്ന് ഈ ചെറുപ്പക്കാരുടെ തല അടിച്ചു പൊളിക്കേണ്ട യാതൊരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അവർ ആളുകളെ അടിക്കാൻ ഉപയോഗിച്ച ലാത്തിക്ക് പോലീസ് സേന ഔദ്യോഗികമായി നൽകിയത് പോലുമല്ല. സ്വന്തം കയ്യിൽ കരുതിയ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ ജനങ്ങളെ നേരിട്ടത്. ഈ കണ്ടെത്തലുകളെല്ലാം കേസ് ഡയറിയിൽ നിന്ന് മായ്ച്ചു കളയാനാണ് ADGPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നത്. ഇതാദ്യമായിട്ടല്ല ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന വിവരവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുൻപ് ആലപ്പുഴ SB സമർപ്പിച്ച കടുത്ത റിപ്പോർട്ട് പോലും അന്നത്തെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും മുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന്റെ ക്രൂരത പോലീസ് സേനയ്ക്ക് ആകെ അപകീർത്തി ഉണ്ടാക്കി എന്നതുകൂടി അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ DGP ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയെങ്കിലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആ റിപ്പോർട്ട് ആരും കാണാതെ പൂഴ്ത്തിവെക്കുക കൂടിയാണ് ചെയ്തത്. എന്താണെങ്കിലും ഇന്ന് ഈ കാര്യത്തിൽ ചെന്നിത്തലയും VD സതീശനൊക്കെ ഞങ്ങളുടെ കുട്ടികളെ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിറങ്ങിത്തിരിക്കുമ്പോൾ ഡയറി തിരുത്തിയവനും ഡയറിയിൽ കുറിച്ചവനും എല്ലാവരും മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്.